ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഈദ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈദിൻ്റെ തലേ ദിവസം ഇക്ക വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് പുതിനയില പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിനയില ഞാൻ എടുത്ത് നോക്കുമ്പോഴേക്കും അതിനകത്ത് പൂവൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പുതിനയിലയിൽ പൂവുണ്ടായി കാണുന്നത്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, തുളസിയിലൊക്കെ ഉണ്ടാകുന്ന പൂ പോലെ ഒരു വൈറ്റ് കളറിൽ ചെറിയ കുഞ്ഞു പൂക്കളാണ് അതിനകത്ത്, കണ്ടോ, നീളത്തിൽ. അങ്ങനെ തലേ ദിവസം തന്നെ വൈകുന്നേരം പെരുന്നാളിൻ്റെ അന്നത്തേക്ക് വേണ്ടിയുള്ള ഉള്ളിയും എല്ലാം റെഡിയാക്കി വെക്കലായിരുന്നു, കറിയെല്ലാം റെഡിയാക്കി വെക്കലായിരുന്നു. അങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് മൈലാഞ്ചി ഒന്നും ഇട്ടില്ല. പിന്നെ രാവിലെ എണ്ണീറ്റാണ് മൈലാഞ്ചിയൊക്കെ ഇടുന്നത്. ഞാൻ ഇട്ട് കഴിഞ്ഞ് മോളുടെ കയ്യിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചുമക്കുന്ന ആയതുകൊണ്ട് രാവിലെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ ഇട്ടു. പിന്നെ ഈദ് വ്ളോഗ് ഇടാൻ താമസിച്ചത് എനിക്ക് നല്ല പനിയായിരുന്നു. വോയിസൊക്കെ പോയി, നല്ല പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞത്, വോയിസ് കൊടുക്കാനൊന്നും പറ്റാഞ്ഞത്. അപ്പം അങ്ങനെ പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അതിന് ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ല. എനിക്കും മക്കൾക്കൊക്കെ പനിയായതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ കുഞ്ഞ് മോളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ പനി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഉമ്മിച്ചായും വാപ്പായും ബിരിയാണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സലാഡും അച്ചാറും പപ്പടം എല്ലാം ആങ്ങളെയും വൈഫും റെഡിയാക്കി ഉമ്മിച്ചായും വാപ്പാടെയും കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓട്ടോയിൽ വന്നു ആഹാരമൊക്കെ ആയിട്ട്. അങ്ങനെ ബിരിയാണി ദം ചെയ്തെല്ലാം സെറ്റാക്കി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ചൂടൊക്കെ പോകാത്ത രീതിയിൽ കൊണ്ടുവന്നപ്പോഴേ നല്ല ചൂടായിരുന്നു ബിരിയാണി. അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഒരുപാട് കളറും എസൻസും ഒന്നും ചേർക്കാത്തതായിരുന്നു, എങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു. അങ്ങനെ വാപ്ചായും ചായയും പെരുന്നാപ്പൊടിയൊക്കെ തന്നതിന് ശേഷം അവർ തിരിച്ചു പോയി. അങ്ങനെ ഞാനും ലാസ്റ്റാണ്, അവർ പോയതിന് ശേഷമാണ് ഞാനും കഴിക്കാനായിട്ട് ഇരുന്നത്. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിലേക്ക് പോയി. ഇക്കയുടെ ചേട്ടൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കയുടെ ചേട്ടനും വൈഫും മക്കളുമാണ് ഇത്. പിന്നെ ഇക്കയുടെ പെങ്ങളും ഹസ്ബൻഡും മക്കളും മോളും ഹസ്ബൻഡും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ബീച്ചിൽ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ മക്കളൊക്കെ ഫോണിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഡാൻസും ഒക്കെ കളിക്കലായിരുന്നു. ഫൈസി കുട്ടനും സച്ചു മോനും കൂടെ ഡാൻസായിരുന്നു ഭയങ്കര. ആമിക്കുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ 3 പേരുടെയും കളിയും ചിരിയൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങളവിടെ ചിലവഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഈദ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.